തൊഴിൽ പീഡന പരാതിയിൽ ജീവനക്കാരി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കയർ ബോർഡ്. കയർ ബോർഡിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഏത് നടപടികളും നേരിടാൻ തയ്യാറെന്നും കയർ ബോർഡ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. സെറിബ്രൽ ഹെമറേജ് ബാധിച്ച് ചികിത്സയിലായിരുന്ന സെക്ഷൻ ഓഫീസർ ജോളി മധുവാണ് മരിച്ചത്. അതേസമയം നിയമ നടപടികളുമായി ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം അറിയിച്ചു. നിരന്തരമായ തൊഴിൽ പീഡനം, പിന്നാലെ മാനസിക സംഘർഷം, ഒടുവിൽ മരണം. എറണാകുളത്തെ അന്ന സെബാസ്റ്റിന്റെ മരണം മലയാളികൾക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. സമാനമായ മറ്റൊരു സംഭവം എറണാകുളത്ത് എത്തിയിരിക്കുകയാണ്. കയർ ബോർഡ് ജീവനക്കാരിയായ ജോളിയുടെ മരണം. വലിയ മാനസിക സംഘർഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ജോളി നേരിട്ടത്. ഒടുവിൽ മരണത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചു. കൊച്ചിൻ കയർ ബോർഡിലെ സെക്ഷൻ ഓഫീസറാണ് ജോളി. 3 വർഷം മാത്രമാണ് സർവീസിൽ നിന്ന് വിരമിക്കാൻ ബാക്കി. അർബുദബാധിതയായ ജോളി രോഗത്തെ അതിജീവിക്കുമ്പോഴാണ് സംഭവം. മക്കൾ 2 പേരും ബാംഗ്ലൂരിലും ബന്ധുക്കൾ പലയിടത്തുമാണ്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ജോളിക്ക് ജോലി സ്ഥലത്തുനിന്നുണ്ടായത് വലിയ മാനസിക പീഡനം. ആന്ധ്രയിലേക്കുള്ള സ്ഥലം മാറ്റം ജോളിയെ ആകെ വിഷമിപ്പിച്ചെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് നിരന്തരമായ പീഡനം തുടർന്നതെന്നും കുടുംബം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവിടെ ധാരാളം അഴിമതികൾ നടക്കുന്നുണ്ടായിരുന്നു. ആ അഴിമതിക്ക് കൂട്ടുനിന്നില്ല എന്ന് കരുതി മേലുദ്യോഗസ്ഥന്മാർ നിരന്തരം അവളെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ ഇടയ്ക്ക് വലിയൊരു ഫയൽ കൊണ്ടുവന്ന് ഒപ്പിടാൻ പറഞ്ഞിട്ട് ഇവിടെ ഒപ്പിട്ട് കൊടുത്തില്ല. ആ കൊടുക്കാഞ്ഞതിൻ്റെ പേരിൽ ഇവർ വളരെയധികം പീഡിപ്പിച്ചു. അത് കഴിഞ്ഞ് സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞ് ചെയർമാൻ്റെ മുന്നിൽ പോയി പരസ്യമായിട്ട് മാപ്പ് പറയാമെന്നുണ്ടെങ്കിൽ നിന്നെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞു. തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടിയുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10:58 എറണാകുളം അമൃത ആശുപത്രിയിൽ ജോളി മരിച്ചത്. ജോളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെ പോകാനും തയ്യാറെന്ന നിലപാടിലാണ് കുടുംബം. നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇല്ല, പോലീസ് ബന്ധപ്പെട്ടിട്ടില്ല ഇതുവരെയും. കാര്യം ഇതിൻ്റെ ഞങ്ങൾ ആശുപത്രിയിലെ തിരക്ക് കാരണമാണ് ഞങ്ങൾ അതിനെ മുന്നോട്ട് നീങ്ങാഞ്ഞത്. ഞങ്ങൾ ഓഫീസിൽ ചെന്ന് ഓഫീസ് മേലധികാരികളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കൊലക്കുറ്റത്തിന് തന്നെ ഞങ്ങൾ കേസ് ഫയൽ ചെയ്യും. ഹൈക്കോടതിയിലേക്ക് അത് മൂവ് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. തൊഴിൽ പീഡനത്തെ തുടർന്ന് കയർ ബോർഡിലെ മറ്റ് ജീവനക്കാർക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന പരാതികളും ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളുകയാണ് കയർ ബോർഡ്. ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ജോളിയെ ആന്ധ്രയിലേക്ക് സ്ഥലം മാറ്റാൻ തീരുമാനിച്ചത്. ആരോഗ്യപരമായ കാരണങ്ങളെ തുടർന്ന് സ്ഥലം മാറ്റം റദ്ദാക്കുകയും ചെയ്തിരുന്നു. വിഷയം സമഗ്രമായി പരിശോധിച്ച ശേഷം ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറെന്നും കയർ ബോർഡ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. മരിച്ച ജോളിയുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. ശേഷം ഹൈക്കോടതിയിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി നടപടികൾ ശക്തമാക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഓരോ തൊഴിലിടങ്ങളും സമാധാനപരമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സുതാര്യമായ ജോലികൾ നിർവഹിക്കാൻ സാധിക്കൂ. അല്ലെങ്കിൽ മാനസികാഘാതങ്ങളും പ്രത്യാഘാതങ്ങളും വലുതായിരിക്കും. അധികൃതർ ഇനിയെങ്കിലും ശരിയായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ജോളിയും അന്നയും തുടർന്നുകൊണ്ടേയിരിക്കും. എത്രയും വേഗം നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24.